നമസ്കാരം. ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് വാക്കി ടോക്കി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണ് എന്നാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായി നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. അതിഥിയിലേക്ക് പോകും മുമ്പ് ശ്രീ ഷാജൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തും. ആസാദ്, നമുക്കിന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആളാണ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്, സ്നേഹിതനാണ്, സുപ്രീം കോടതി അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്. പാരമ്പര്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്നേഹവും കുടുംബമായിട്ട് അനിലേട്ടന്റെ പിതാവ് ബോസിയേട്ടൻ കുട്ടനാട് ആലപ്പുഴ ഏരിയയിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഇന്ന് നിത്യവിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ തലമുറയാണ് അനിലേട്ടൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്. കോൺഗ്രസ് പാർട്ടി എപ്പോഴൊക്കെ പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴെല്ലാം ഇന്ത്യയിലെ പ്രമുഖ ചാനലുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആരുടെയും മുൻപിൽ മുട്ടുമടക്കാൻ മനസ്സില്ലാതെ ഏതറ്റം വരെയും പോയി കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഒരു ആത്മാർത്ഥനായ കോൺഗ്രസ് പ്രവർത്തകരാണ്. നമ്മളിവിടെ പറയുമല്ലോ, യു എസിൽ നമ്മൾ പറയുമല്ലോ ഗ്രാസ് റൂട്ട് വർക്കർ എന്നൊക്കെ പറയുന്ന പോലെ കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് ഗ്രാസ് റൂട്ട് വർക്കറായിട്ട് വന്ന് അൺഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഒരു ദേശീയ നേതാവൊക്കെ ആയി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. അപ്പം വെൽക്കം അഡ്വക്കേറ്റ് അനിൽ ബോസ്. അനിലേട്ട, സ്വാഗതം വോക്കി ടോക്കിയുടെ ഈ ഒരു സെഷനിലേക്ക്. അപ്പൊ അതിൽ താങ്കളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനിയും മുൻപിലുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഈ ചർച്ചകളിൽ ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങയോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ പലരും വളരെ ചാർജ്ഡ് ആയിട്ട് തിരിച്ചു വന്ന ഒരു പ്രതീതിയാണ് പ്രത്യേകിച്ച് അങ്ങയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നൊക്കെ എനിക്ക് കാണുവാൻ സാധിച്ചത്. നിങ്ങൾ നേതാക്കന്മാരൊക്കെ തിരിച്ചു വന്നപ്പോൾ 2026 പ്രത്യേകിച്ച് കേരളം തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തുടർച്ചയായ 2 വർഷം കേരളത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഇടത് സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പ്ലീനറി സമ്മേളനത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനുശേഷം താങ്കൾക്ക് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള സമയമുണ്ട്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതും പറയാം. നമ്മള് മലയാളികളായ പ്രവാസികളായതുകൊണ്ട് നമ്മളുടെ ഒരു ആംഗിളിൽ 2026 കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ? AICC പ്ലീനറി സെഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ആംഗിളിൽ മാത്രം ആ സമ്മേളനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ എത്രയോ വർഷക്കാലമായി നമ്മൾ സുഹൃത്തുക്കളാണ്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അങ്ങയുടെ കോൺഗ്രസിനോടുള്ള നിലപാട്, കോൺഗ്രസിന്റെ ദിശ മാറിപ്പോകുമ്പോഴുള്ള പ്രതിഷേധം, അതൊക്കെ ആത്മരോഷമായി എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിനകത്ത് ജയിച്ചവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തോറ്റവരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷെ ജയിച്ചു വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നേതാക്കളായി വന്ന, മന്ത്രിമാരായി വന്ന ആളുകളൊക്കെ വന്ന വഴികളിൽ നിന്നും മാറി ആ പെയിൻഫുള്ളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളുടെ വിചാരങ്ങളെ വലിയൊരു വിഭാഗം ആളുകൾ മറന്നുപോയതിന്റെ പരിണത ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് നേരിടുന്നത് എന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയും. കാരണം സ്ഥാനമാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, അത് ഒന്നിലധികം തവണ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവരൊക്കെ മാടമ്പിമാരും പ്രവർത്തകരെല്ലാം അടിയാന്മാരും കുടിയാന്മാരും ആകുന്ന ഒരു സമീപനം ശൈലി മാറ്റത്തിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നേതാക്കളിലുള്ള വിശ്വാസം പ്രവർത്തകർക്ക്, ഭാരവാഹികളായി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ നഷ്ടമായി. ആ നഷ്ടമായത് അവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റം ഹൃദയപൂർവ്വം ഉള്ളതാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. എല്ലാ കാലങ്ങളിലും അത്തരം നേതാക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നേതാക്കന്മാരുടെ ശൈലി മാറ്റം കോൺഗ്രസ് നേതൃത്വത്തെ, കോൺഗ്രസ് പ്രവർത്തകർ, ജനങ്ങളല്ല പ്രവർത്തകർ തന്നെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. സ്വാഭാവികമായും അവർ പ്രവർത്തന രംഗത്ത് പിന്മാറും, സൈലന്റ് ആകും, മറ്റു പാർട്ടികളിലേക്ക് പോകും, അല്ലെങ്കിൽ എന്തിനിത്, നമുക്കെന്ത് കാര്യം എന്ന തോന്നലുണ്ടാകും. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിൽക്കുന്ന ആളുകൾ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയുടെ ഭാഗമായി അവരവരുടെ സാമ്രാജ്യങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ പരസ്പര ധാരണയിൽ പോകുന്നു എന്നൊരു ചിന്തയിൽ
എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തകരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വത്തിൽ ഒരു പാർട്ടിയിലെന്നല്ല, കോൺഗ്രസ് പാർട്ടിയിലെന്നല്ല, എല്ലാ പാർട്ടിയിലെയും നേതൃത്വത്തിൽ നിൽക്കുന്നവരോടുള്ള പഴയ ആരാധനയോ വിശ്വാസമോ അവരെല്ലാം ശരിയുടെ വഴികളിലാണ് പോകുന്നതെന്ന ബോധ്യം ഇല്ലാത്ത ഒരു സമൂഹം ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. ആ പ്രതിസന്ധി നേതാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ഉദയ്പൂർ ചിന്തൻ ശിബിര്, അതുപോലെ തന്നെ ജയ്പൂരിൽ നടന്ന ANCC സമ്മേളനം, അതിനുശേഷം നടന്നിട്ടുള്ള ഡൽഹിയിൽ നടന്നിട്ടുള്ള വിവിധ മീറ്റിംഗുകൾ, ഇപ്പോൾ നടന്ന അഹമ്മദാബാദിലെ സെഷൻ ഒക്കെ കാണുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഒരു തലമുറ വരുന്നു എന്ന ബോധ്യം 100% ആത്മാർത്ഥമായി എനിക്ക്. എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ എത്ര കഴിയും എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അത് മുഖം നോക്കാതെ സത്യം മുന്നോട്ട് പോകുന്ന ഒരു സമീപനമുണ്ട്. സത്യം പറഞ്ഞു പോകണമെന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2011 പിന്നീട് 16 നിയമസഭയിൽ മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ചയാളാണ്. 2019 പാർലമെന്റിൽ മത്സരിക്കും പറഞ്ഞ് എന്നോട് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതാണ്. 2024 സീറ്റ് ചോദിക്കാത്തപ്പോൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരു തിരിഞ്ഞ് വരികയും മാറി നിൽക്കേണ്ടി വരികയാണ്. എനിക്കൊരു പരാതിയുമില്ല, എനിക്കൊരു പരാതിയുമില്ല. അത് നടക്കാത്തതിൽ പരാതിയില്ല. ചിലപ്പോൾ പ്രയാസം തോന്നും. ഒരിക്കലും ഒരു വിമത ശബ്ദമോ വിമത ചിന്തയോ എന്നിൽ ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ കോൺഗ്രസ് വികാരമാണ്. ഞാൻ ജയിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ പാർട്ടി ജയിക്കണം എന്ന വികാരമാണ്. ഇവിടെ ഇവർ ചെയ്യേണ്ടത് നേതാക്കൾ, ഒരു കോർ ലീഡേഴ്സ് ആണല്ലോ ഇക്കാര്യം തീരുമാനിക്കുന്നത്. ഏതൊരു പദവിയും തീരുമാനിക്കുന്ന കോർ ലീഡേഴ്സ് ആണ്. അവരുടെ താല്പര്യങ്ങളും അവരുടെ മൈൻഡിൽ വരുന്ന ഒബ്സർവേഷനാണ്. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവർ ഉൾക്കൊള്ളില്ല. അവർക്ക് അവരുടേതായ ശരികളുണ്ട്. ആ ശരികളുടെയും താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ തീരുമാനങ്ങൾ തുറന്നു. താങ്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പാർലമെന്റ് സീറ്റാണ്. താങ്കൾക്ക് അത് ജെന്യുവനായിട്ട് അർഹതയുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള ഒരു സ്ഥിതി കാണുന്നില്ല. അതിന് പകരം ഷാജനെയാണ് അവിടെ പരിഗണിക്കാൻ പാർട്ടി ആലോചിക്കുന്നത്. എന്താ പ്രോബ്ലം? തുറന്നു പറയട്ടെ. അതല്ലാതെ മുത്തനാടിന്റെ പുറകെ ഇപ്പൊ വീഴും നടക്കുന്നത് പോലെ ഇല കാണിച്ചു കൊണ്ടുപോകുന്നത് പോലെ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹമല്ല. 10, 30, 20, 40 വർഷമായി കോൺഗ്രസിന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന ആളുകൾ. അവരോട് സത്യം പറയണം ലീഡേഴ്സ്. ആ സത്യം പറയുന്നതിൽ ഒരുപക്ഷെ പിണക്കം വേണ്ടെന്ന് വിചാരിച്ചാവാം, അല്ലെങ്കിൽ എന്നോട് ഇപ്പം പിണങ്ങുമോ എന്ന കോൺഫിഡൻസ് ഇല്ലായ്മയാകാം. ആ ശൈലിയൊക്കെ മാറണം. സത്യം പറയും, വേറെ ഒന്നും പറയണ്ട. അതിപ്പോൾ നടക്കില്ല. അത് ഇന്ന സാഹചര്യങ്ങളെ ഇന്ന ആൾക്കാർ ഇങ്ങനെ തുറന്നു പറഞ്ഞ് ആ സമയത്ത് ഒരു ഉണ്ടാകുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പോരാൻ ശരിയാണല്ലോ, എന്നെക്കാൾ ജെന്യുവനായ ആളെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ശ്രീ AK ആന്റണി ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അച്ചടക്ക സമിതി ചെയർമാൻ. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പദവി കിട്ടാത്തതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ബൂത്തിൽ പോയി, ബൂത്ത് എന്ന് പറയുമ്പോൾ അറിയാലോ, 300 വീട് 1000 വോട്ട്, ആ ബൂത്തിൽ പോയി പ്രവർത്തിക്കാൻ, ബൂത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ 40 വർഷത്തെ സ്കൂൾ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഞാൻ തയ്യാറാണ്. പക്ഷെ എന്റെ മുകളിൽ പഞ്ചായത്ത് ലെവലിൽ വെക്കുന്നയാൾ എന്നേക്കാൾ യോഗ്യനായി. മറിച്ച് നേതാവിന്റെ വീട്ടിൽ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല വരിക. 4 ദിവസം ഇന്നോവ കാറിൽ വന്നൊരു ഫോണും വന്നൊരു റേസും ചോദ്യം ചെയ്തത് പിറ്റേ ദിവസം അവനാണ് നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഗുണം പിടിക്കത്തില്ല. അതുകൊണ്ട് തിരുത്തേണ്ടത് നേതാക്കളുടെ ശൈലിയാണ്. സത്യം പറയുന്ന ഒരു സമീപനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ 100% യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർ നമ്മളെക്കാൾ യോഗ്യനാണെങ്കിൽ നമുക്ക് പുറകിൽ നിൽക്കുന്നതിന് എന്താ പറയുക? അതായത് താങ്കൾ പറയുന്നത് നേതാക്കന്മാർ ഇനിയൊരു തലമുറയെ ഇനിയൊരു നേതൃനിരയെ വളർന്നു വരാൻ സമ്മതിക്കുന്നില്ല എന്നാണോ? അല്ലല്ല, നേതാക്കന്മാർ പുതിയ തലമുറ വരുന്നതാണല്ലോ. കേരള നിയമസഭയിൽ ഇപ്പം ഷാഫി നേരത്തെ MLA ആയത്, പിന്നെ MP ആയത്, ഹൈബി MLA ആയത്, MP ആയത്, D. കുര്യാക്കോസ് MP ആയത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MP ആയത്, പുതിയ തലമുറ വരുന്നുണ്ട്. അങ്ങനെ അവർ എണ്ണം മിടുക്കന്മാരായിട്ടുള്ള ആളുകളെയല്ല ഞാൻ പറഞ്ഞത്. അവസരങ്ങൾ എണ്ണപ്പെട്ട ചെറുപ്പക്കാർക്ക് കിട്ടുന്നുണ്ട്, പുതിയ തലമുറയെ കൊടുക്കുന്നത്. പക്ഷേ പ്രസ്ഥാനം എന്ന് പറയുന്ന MLA മാരും MP മാരും അല്ല, അതിന് നമ്പർ ലിമിറ്റ് ഉണ്ട്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയിലാണെങ്കിലും 140 പേർക്ക് MLA ആകാൻ പറ്റും, 20 പേർക്ക് MP ആകാൻ പറ്റുള്ളൂ, 10 പേർക്ക് രാജ്യസഭ ആകാൻ പറ്റുള്ളൂ. 170 പേരുടെ കച്ചവടത്തിനാണ് എല്ലാ പാർട്ടിയിലും ഒരു ബൂത്തിൽ ഒരാൾ വെച്ച് കൂട്ടിയാൽ 75,000 പേരിൽ നിന്ന് വേണം ഈ 170 പേരെ തെരഞ്ഞെടുക്കാൻ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കഴിയില്ല. പക്ഷെ ഇവര് ജയിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന വിവിധ തട്ടുകളിലുള്ള നേതാക്കളും ആ നേതാക്കളെ വിശ്വാസത്തിലെടുക്കുകയും അവർ ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളുകയും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് അവരോട് സത്യസന്ധമായി നമ്മുടെ സ്ഥിതി ഇതാണ്, അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് ചെയ്യാൻ പറ്റും,
പറയുകയും ചെയ്യണം. അതിന് പകരം ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം 20 വോട്ട് കിട്ടിയ ബൽറാം, അദ്ദേഹം KPC വൈസ് പ്രസിഡന്റാണ്, മിടുക്കനാണ്, MLA ആയി, സന്തോഷമാണ്. പക്ഷെ 20 വോട്ട് കിട്ടിയ സംസ്ഥാന സെക്രട്ടറി ആയത് 40 വർഷം പ്രവർത്തിച്ച, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ച്, ബ്ലോക്കിൽ പ്രവർത്തിച്ച്, ജില്ലയിൽ പ്രവർത്തിച്ച്, സ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന വലിയൊരു സമൂഹം മത്സര രംഗത്ത് വരാൻ ഏജ് കണ്ടീഷനൊക്കെ വെക്കുമ്പോൾ മാറി നിൽക്കുമ്പോൾ വരുന്ന ആളുകൾ 20 വോട്ട് കിട്ടിയാൽ ഭാരവാഹിയാകും, 50 വോട്ട് കിട്ടിയാൽ ഭാരവാഹിയാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് ഭാരവാഹിയാകുമെന്ന് പറയുന്ന ശൈലിയാണ് ഞാൻ ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന പല ആളുകളും ഇപ്പോൾ MPമാരും MLAമാരുമായിട്ടും ഒരൊറ്റ വരി മെമ്പർഷിപ്പ് ചേർത്തിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പറയുകയാണ് ആന്റോ ആന്റണി 4 തവണ MP ആയി, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, അടൂർ പ്രകാശ് ആയി, മന്ത്രിയായി, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, ഞാനും സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ട്. ബയോഡാറ്റ പ്രിഫർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്, അനുഭവ ബോധ്യം, ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാവണം കാലങ്ങളിൽ KK ആന്റണിയുടെ കാലത്ത് ഗ്രൂപ്പ് എല്ലാ കാലത്തും ഉണ്ട്, അതിന്റെ തുടക്കം തൊട്ടുണ്ട്. അതിനാൽ ഗ്രൂപ്പൊക്കെ ഒരു നടക്കാൻ ഗ്രൂപ്പ് അനിവാര്യമാണ്. പക്ഷെ ഗ്രൂപ്പിൽ K കരുണാകരന്റെ ടീമിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ അടുത്ത ഒരാളെ കൺസിഡർ ചെയ്യുന്നത് താഴെ നിൽക്കുന്ന 10 പേരിലെ സീനിയർ മോസ്റ്റ് ആളെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് KK ആണെങ്കിലും അങ്ങനെയാണ് കണ്ടത്. ആ കൺസിഡറേഷൻ മാറി KSUനോ എണ്ണപ്പെട്ട പേർ വരുന്നതിന് പകരം എല്ലായിടത്തും ആളുകളെ പുതിയ തലമുറയാണോ എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയാണ്. പക്ഷെ അവർക്ക് കോൺഗ്രസ് അറിയില്ല എന്താണ്, അവർക്ക് ഏതെങ്കിലും നേതാക്കളുടെ വീട്ടിൽ വന്ന ശീലമേ ഉള്ളൂ. ആ ശീലത്തിലുള്ള ആളുകൾ നയിക്കുന്ന സാഹചര്യത്തിലേക്കുള്ള അവന് കോൺഗ്രസ് എന്താണെന്ന് അറിയുന്നു. അത്തരം പ്രതിസന്ധികൾ വന്നിട്ട് അതൊക്കെ തിരുത്താൻ, യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരുത്താൻ കഴിയുന്ന തീരുമാനങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതൊരു പ്രതീക്ഷയാണ്. ഒരു 5-4 വർഷത്തിനകം വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട്. ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് പാർട്ടിക്ക് 59 പേരാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, AICC ജനറൽ സെക്രട്ടറിമാർ, സ്ഥിരം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രതിപക്ഷ നേതാക്കളൊക്കെ ആയിരുന്നു. എനിക്ക് അഭിമാനമുണ്ട് 50 പേര് 60 താഴെയുള്ള. അതൊരു വലിയ മാറ്റമാണ്. സ്ഥായിയായി ഞാനാണ് ഈ ഇതിന്റെ പുസ്തകപ്പാഠം എന്ന് വിചാരിക്കുന്ന ഒരു നിരയെ സൈഡ് ലൈൻ, അവരെ ഒറ്റയായിട്ട് കെട്ടിമാറ്റാൻ കഴിയാത്തത് കൊണ്ട് സൈഡ് ലൈൻ ചെയ്തും പിന്നെ അവരുടെ പ്രവൃത്തികൾ കൊണ്ടും അവർ മാറുമ്പോൾ പുതിയൊരു ജനറേഷൻ കടന്നു വരുന്നുണ്ട്. അത് സ്ഥാനമാനങ്ങൾക്കപ്പുറം കോൺഗ്രസിന്റെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ട്. പക്ഷേ കേരളം പോലെ ഇന്ത്യ പോലെയുള്ള സമ്മിശ്രമായ ജാതിമത വ്യവസ്ഥകൾ നിൽക്കുന്നിടത്ത് കോൺഗ്രസിന് പ്രതിസന്ധികളുണ്ടാവും. ജയത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് കരുത്തുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിശാലമായ വീക്ഷണമുള്ള നല്ലൊരു നിര എല്ലാ സംസ്ഥാനത്തും വരുന്നുണ്ട് എന്നുള്ളത് ദിവസം 5 കഴിഞ്ഞാലും അല്ലെങ്കിൽ വർഷം 1 കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്ന പ്രതീക്ഷ ഉണ്ടെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2 കാര്യം നേതാക്കൾ ചെയ്താൽ മതി. സത്യസന്ധമായി പ്രവർത്തകരോടും ജനങ്ങളോടും ഇടപെടുക, ഉള്ള വീടുകളുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കുക. അവരവരിപ്പോ ഞാനിപ്പോ എന്റെ ബൂത്തിൽ 300 വീടുണ്ട്. ഒരു 10-40 വീട്ടുകാർ വിദേശത്തൊക്കെ ആയതുകൊണ്ട് താമസമില്ല. ഒരു 250-260 വീട്. ആ വീട്ടിൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകും. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 25 വീട് വെച്ച് 10 ദിവസം, അല്ലെങ്കിൽ 50 വീട് വെച്ച് 5 ദിവസം കയറുന്ന ഒരു സാഹചര്യം വന്നാൽ പണം പിരിക്കാൻ ചെല്ലുക, അവരോട് സമ്മതിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, പഴം തിന്നുക, കയറുക, ഹായ് പറഞ്ഞു പോയാൽ ഞാൻ പറയുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ 10 മാസം അവശേഷിക്കുന്നു. ആ 10 മാസത്തിനിടയിൽ 2 റൗണ്ട് കോൺഗ്രസ് പ്രവർത്തകർ, അതാത് നേതാക്കൾ, KPC പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിന്റെ ബൂത്തിൽ, ഞാൻ എന്റെ ബൂത്തിൽ, പലതും ചേർന്നമായ ആളുകൾ അവരുടെ ബൂത്തിൽ ഉള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ എണ്ണമൊക്കെ കുറവായിരിക്കും. പക്ഷെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചാൽ ഞാൻ 100% പറയുന്നു, ജനം UDFനെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ നിൽക്കുന്ന സന്ദർഭമാണ്. അവരിലേക്ക് ഡയറക്റ്റ് റീച്ച് ഉണ്ടാകുമോ ഇല്ലയോ അതുണ്ടാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ മൊത്തം എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ഒരു 5 ദിവസം വീതം 15 ദിവസം വീടുകളിൽ പോയാൽ, 15 ദിവസം എന്നാണ് അടിച്ചു പോയാൽ, ഇപ്പൊ 5 ദിവസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിന്നെ പലപ്പോഴായിട്ട് പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇടയ്ക്ക് 2 തവണകളായ ഒരു 5 ദിവസം വീതം ഒരു വാർഡിൽ വിനിയോഗിച്ചാൽ ഞാൻ പറയുന്നു ഏറ്റവും കുറഞ്ഞ ഒരു 85 സീറ്റുമായി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ, UDF അധികാരത്തിൽ. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്, ജനമത് ആഗ്രഹിക്കുന്നു. ഞാൻ ആസാദ് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും പിന്നെ അപ്പുറത്തേക്ക് ഞാൻ ഈ നിലയിലുള്ള ഒരു എന്താ പറയാ ഒരു ഇൻട്രോസ്പെക്ഷൻ പ്രിയപ്പെട്ട അനിൽ ബോസിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലും
അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒക്കെ ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാനും കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളായിട്ട് ഇദ്ദേഹത്തിന്റെ പേരിങ്ങനെ എയറിൽ നിൽക്കുന്നത് കേൾക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെന്നുള്ള നിലവിൽ വരെ വന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അത്. അപ്പൊ എനിക്ക് ആസാദിനോട് ചോദിക്കണം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആസാദിനോടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ശ്രീ അനിൽ ബോസ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്തൊരു ട്രാൻസ്പെറൻസി കുറവ്, അത് ഈ താഴെ തട്ടിലുള്ള ഈ പ്രവർത്തകരെയും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ഓർ തേർഡ് ലൈൻ ലീഡർഷിപ്പിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പിന്നെ ഒരു എന്താ പറയാ, ഒരു ഫോൾസ് പ്രോമിസസ് കൊടുക്കുക, ഈ അത് താഴെത്തട്ടിലുള്ളവർ മുതൽ ബൂത്ത് തലം മുതൽ മേളോട്ട് അവരവരുടെ ഒരു, ഇപ്പം ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളവർ ഒരു ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക്. പക്ഷെ ഇവരെയൊക്കെ ഈ പാർട്ടി പരിഗണിക്കുമ്പോൾ ഇവരോടൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവർക്കൊരു ഫോൾസ് പ്രോമിസ് കൊടുക്കാതെ ഇവരെ കൂട്ടി നിർത്തി ഗ്രാസ് റൂട്ടിൽ ഇവർ ചെയ്യുന്ന വർക്കുകളെ അപ്രീഷിയേറ്റ് ചെയ്ത് ഈ സംവിധാനം മുൻപോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ബെറ്റർ നമ്മള് ഇതിന്റെ മറു സൈഡ് BJP-യും CPM-ഉം ചെയ്യുന്ന ഒരു വർക്കിനെ കൂടെ നമ്മളൊന്ന് അസസ് ചെയ്യണം. എന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടെ നമ്മൾ ഇതിനെ ഒന്ന് കാണുകയാണെങ്കിൽ ആസാദിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഷാജൻ പറഞ്ഞ ഈ അഭിപ്രായം വളരെ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എന്ന് അവസാനിച്ചുവോ, അതായത് ഇപ്പോഴും അതിൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിന്റെ ആ ഒരു ശക്തി എന്ന് നഷ്ടപ്പെട്ടുവോ, അന്ന് മുതലാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അപജയം കാണാൻ നമ്മൾ കാണുന്നത്. ശ്രീ അനിൽ ബോസ് പറഞ്ഞ ആ ഒരു കാര്യം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് വളരെ മുൻപ് തന്നെ നമുക്ക് ആളുകൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും പല സ്ഥാനങ്ങളിലേക്കും ആളുകൾ വരുന്നത്, അതായത് ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യം എടുത്താൽ കേരളത്തിലെ നേതാക്കൾ അറിയാതെ കേന്ദ്രത്തിൽ നിന്ന് പല ആൾക്കാരും സംസ്ഥാനത്തിന്റെ പല പദവികളിലേക്കും വരുന്നുണ്ട്. ഉദാഹരണത്തിന് പല സീറ്റുകളിലും മത്സരിച്ച ആളുകൾ, ഉദാഹരണത്തിന് തിരുവനന്തപുരം മണ്ഡലം എടുക്കാം, അന്ന് ആ ഒരു സാഹചര്യം മൂന്ന് തവണത്തെ മുമ്പുള്ള ആ ടൈമിൽ തരൂർ വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ സീറ്റ് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റേച്ചറുള്ള ഒരു നേതാവിന് നീരസം ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആ ഒരു സ്ട്രാറ്റജി ശരിയായിരുന്നായിരിക്കാം. പക്ഷെ അപ്പോഴും അതിന് തൊട്ട് താഴെയുള്ള നേതാക്കളുണ്ട്, അതിന്റെ താഴെയുള്ള നേതാക്കൾ, ഇവരോടൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ ഉള്ള ഈ ഒരു ബാധ്യത കൂടെ നേതൃത്വത്തിനുണ്ട്. ആ ഒരു കാര്യത്തിൽ കോൺഗ്രസിന് വീഴ്ച വരും. ഇപ്പോഴും അത് പല കാര്യങ്ങളിലും കാണാൻ നമുക്ക് സാധിക്കും. പല കാര്യങ്ങളിലെയും തീരുമാനം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹൈക്കമാൻഡിനാണ് വിടുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നത് എന്താണോ അതാണ് ഇവിടെ പാർട്ടിയുടെ തീരുമാനമായിട്ട് വരുന്നത്. അതിൽ ഉണ്ടാവുന്ന പല പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല എന്താ പറയുക, ചില സജഷൻസ് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ കൊടുക്കുന്നുണ്ടാവും. അത് ഏത് തരത്തിലാണ് നേതൃത്വത്തിലേക്ക് എത്തുന്നതെന്നും അവിടുന്ന് തിരിച്ചുണ്ടാവുന്നത് എന്നും പാർട്ടിയിലെ സാധാരണക്കാരനും കൂടെ അറിയാനുള്ള ഒരു വേദി ഒരുക്കേണ്ട സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പണ്ട് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ പാർട്ടിയെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ടത് കരുണാകരനെ പോലെയുള്ള നേതാക്കളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. പണ്ട് DIC എന്ന് പാർട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഒരു പാർട്ടിക്ക് എല്ലാ തലത്തിലും ബൂത്ത് ലെവൽ മുതൽ അതിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നു. അല്ലാതെ അത്തരത്തിൽ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ബൂത്ത് ലെവൽ മുതൽ അതിനുള്ള പണികൾ അവർ തുടങ്ങി. അതായത് അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ശക്തി ശോഷണത്തിന്റെ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ജിൻസ് ഇപ്പൊ ആസാദ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഈ അനിലേട്ടൻ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച സമയത്ത് കെ കരുണാകരന്റെ കാര്യം ഇപ്പൊ ആസാദും എടുത്തു പറഞ്ഞു. ഈ നമ്മൾക്ക് കഴിഞ്ഞ ഒരു 15
20 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു നേതൃത്വം, അതായത് കെ കരുണാകരൻ. ഒരു സമയത്ത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ KSU പ്രസ്ഥാനത്തിലായിരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാസം ഒപ്പിച്ച് വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. അതായത് കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നേതാക്കന്മാരായിരുന്നു ഇവർ. അപ്പോ ജിൻസിന് എന്താ തോന്നുന്നത്, ആ നേതാക്കന്മാരുമായിട്ട് ആ സമയത്തും കേരളത്തിൽ ഇപ്പം പിന്നെ അനിൽ ബോസ് പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആന്റണിയുടെ നേതൃത്വത്തിൽ ഉള്ള A ഗ്രൂപ്പും കരുണാകരന്റെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്. അതിനുശേഷം ഒരു 3-ാം ഗ്രൂപ്പ് വന്നു, തിരുത്തൽവാദം എന്ന് പറഞ്ഞ G കാർത്തികയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് വന്നു. അത് കഴിഞ്ഞ് വയലാർ രവിയുടെ നേതൃത്വത്തിൽ ഒരു 4-ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു. അപ്പം പ്രോമിനന്റ് ആയിട്ടുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുടെ ഒരു സെക്ട്, നമ്മൾ ഗ്രൂപ്പ് എന്ന് ഇവിടെ നമ്മള് പറയുന്ന ഒരു സെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അവരുടെ ഒരു വിങ്. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതൊരു ഡെമോക്രാറ്റിക് പാർട്ടി, കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലെ ഒരു ഡെമോക്രാറ്റിക് സംവിധാനം എന്നുള്ള നിലയിൽ അതിനെ കണ്ടതുകൊണ്ട് ഇവരൊക്കെ ഓരോ ഗ്രൂപ്പിന്റെ ആളുകളായിരുന്നുവെങ്കിലും അവര് അതിനെയൊക്കെ പാർട്ടിക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ജിൻസിന് എന്ത് തോന്നുന്നു, ഇന്നത്തെ ഈ ഗ്രൂപ്പ്, ഇന്നിപ്പോ കേരളത്തിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അന്ന് ഈ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഉമ്മൻചാണ്ടി പോയി, കെ കരുണാകരൻ പോയി, വയലാർ രവിയും AK ആന്റണിയും കോൺഗ്രസ് പാർട്ടിയിൽ സജീവമല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നമ്മളെ ഇത് കേരളത്തിലെ ഒരു ഗ്രൂപ്പ് പൊളിറ്റിക്സിലേക്ക് മാത്രമായിട്ട് ചുരുക്കേണ്ട, നമ്മുടെ ഇന്നത്തെ വളരെ വിശാലമായ ഒരു ടോപ്പിക് ആയിരുന്നു AICC പ്ലീനറി സമ്മേളനം കഴിഞ്ഞിട്ട് കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ഇതിന്റെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ വെച്ചത്. അതിൽ വളരെ സർപ്രൈസ് ആയിട്ട് അനിൽജി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ച. അത് നമ്മളൊക്കെ ഈ KSU രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്ന സമയം തൊട്ട് അവിടുന്ന് നമ്മുടെ കൂടെയൊക്കെ കളിച്ചു വന്ന ആൾക്കാരിൽ മുഴുവൻ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു സ്ഥിതി നമുക്ക് കാണുമ്പോൾ അറിയാം. പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റികൾ വളരെ ലാർജ് സ്കെയിലാണ് പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഈ ലീഡർഷിപ്പിന്റെ ഒരു കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടി പോലെ സ്റ്റേച്ചറുള്ള നേതാക്കൾ കേരളത്തിലില്ല. ഇന്ത്യയിൽ തന്നെ ഒരു തലമുറ മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ UPA സർക്കാർ UPA സർക്കാരിന്റെ ആ കാലഘട്ടത്തിൽ മലയാളികൾക്ക് വളരെ ഒരു പ്രോമിനൻസ് കിട്ടി. അതായത് ഇന്ത്യ മുഴുവൻ പാർട്ടിയെ വളർത്താൻ, പാർട്ടിയെ നയിക്കാനുള്ള, പാർട്ടിക്ക് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടി. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലാണെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചതിൽ മലയാളികൾക്കുള്ള പങ്ക് ഇല്ല എന്ന് പറയാൻ പറ്റിയല്ല. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇന്ത്യ 2 ഇന്ത്യ ഉണ്ട്, ഒന്ന് നോർത്ത് ഇന്ത്യയും ഒന്ന് സൗത്ത് ഇന്ത്യയും. ആ കാഴ്ചപ്പാടിൽ നമ്മൾ രാജ്യവിരുദ്ധതയൊന്നും പറയുകയല്ല. കാരണം ഇത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു ഇന്ത്യൻ കോൺസുലേറ്റിൽ, നമ്മൾ ഇംഗ്ലണ്ടിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, യൂറോപ്പിലായിക്കോട്ടെ, ഓസ്ട്രേലിയയിലായിക്കോട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും കോൺസുലേറ്റിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അത് കോൺഗ്രസിന്റെ ഭരണകാലത്തും BJPയുടെ ഭരണകാലത്തും ഒക്കെ ആ രീതിയിലുള്ള ഒരു ഭരണ നിർവഹണമാണ്. കാരണം നമ്മൾ ഈ ജിയോ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ നമ്മുടെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ബീമാരു സ്റ്റേറ്റ് ആണ്, അതായത് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന അവിടെ കോൺഗ്രസിന് അടിപതറിയതോടുകൂടി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പോയി. കോൺഗ്രസ് ഇപ്പൊ മലയാളികൾക്ക് എത്രയോ അവസരങ്ങൾ കിട്ടി. ആ അവസരങ്ങളൊന്നും പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ ഈ നേതാക്കൾ ആത്മാർത്ഥത കാണിച്ചോ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നിന്ദിക്കാം. ഇന്ന് കേരളത്തിലെ സർക്കാരിന്റെ നോമിനിയായിട്ട് ഡൽഹിയിൽ പോയിട്ടുള്ള ഒരു നേതാവ്, ഞാൻ പറയാം, ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയം, ഇപ്പം അനിൽജിയുടെ പിതാവ് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളത് പോലെ തന്നെ അനേകം നേതാക്കളും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയത്തിലും അവരൊക്കെയുണ്ട്. പക്ഷേ ഞാൻ പറയാ, സ്വന്തം മക്കളെ സ്വന്തം വീട്ടിൽ കോൺഗ്രസിന്റെ ഒരു ആശയം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത നേതാക്കന്മാര് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം ഇരിക്കണു? അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം. സ്വന്തം മക്കളെ ഒരു രാഷ്ട്രീയത്തിലെ ഈ ആശയം മനസ്സിലാക്കാതെ സ്റ്റേച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ ഒരു രാഷ്ട്രീയം കൊണ്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് ഇപ്പം അനിൽജി പറഞ്ഞ പോലെ 102 സീറ്റ് ഇന്ന് പാർലമെന്റിലുണ്ട്. അത് കഴിഞ്ഞ തവണത്തേക്കാളും ഇരട്ടി, ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്ത അവസ്ഥയിൽ മുച്ചൂടും മുടിച്ചു പോയതിൻ്റെ അകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അണികളോട്
അണികളോട് താല്പര്യമില്ലാത്ത ഒരു നേതൃത്വം. കോൺഗ്രസിന് ഭരണം കിട്ടി നോക്കട്ടെ, നമ്മൾ ഈ കാണുന്ന 10-25 നമ്മളൊക്കെ കണ്ട് 10-30 വർഷമായിട്ട് കാണുന്നതല്ല, ഇവരൊക്കെ സ്ഥിരമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്. കോൺഗ്രസിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്കാരന് അണികളെ ടേക്ക് കെയർ ചെയ്യും. CPM ആണ്, സി പി എമ്മിന്റെ അണികളെ കോൺഗ്രസ്സുകാർ ടേക്ക് കെയർ ചെയ്യും. കോൺഗ്രസ് അണികളെ മാത്രം ടേക്ക് കെയർ ചെയ്യാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സമയം ഉണ്ടാവുകയില്ല. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി അത് ഒരു വലിയ രീതിയിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പാർട്ടി അനുഭവിക്കുന്നുണ്ട്. കാരണം ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലല്ല. കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ കേരളത്തിനെ കുറിച്ചോ സൗത്ത് ഇന്ത്യയെ മാത്രം പൊളിറ്റിക്സ് കളിക്കാൻ ഇന്ത്യയുടെ ഭരണം പിടിക്കണമെങ്കിൽ ഈ പണ്ടത്തെ രീതിയിലുള്ള നമ്മൾ ഒരടി തന്നാൽ മറ്റേ അടി മേടിച്ച് നമ്മൾ ഗാന്ധിയൻ മാർഗത്തിൽ പോകുന്ന ഒരു രീതി കൊണ്ടൊന്നും കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് കുറച്ചുകൂടെ കോൺഗ്രസ് അണികളോട് താല്പര്യമുള്ളത് അനിൽജി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം കോൺഗ്രസ് അണികളോട് താല്പര്യമുള്ള ഒരു നേതൃത്വം തന്നെ, ആത്മാർത്ഥതയുള്ള നേതൃത്വം തന്നെ. അല്ലെ ഇന്ന് കസേര കാണുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു നേതൃത്വ നിരയും കൊണ്ട് ഈ പാർട്ടിക്ക് ഇങ്ങനെ വന്നില്ലേ സമയമുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ കേരളത്തിൽ കമ്മ്യൂണലായിട്ട് ഭയങ്കരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ പറയും ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, നമ്മൾ അന്ന് തൊട്ട് എന്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാരായിട്ട് കോളേജ് ലെവലിലും താലൂക്ക് ലെവലിലും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ മറ്റു BJP-യിലേക്കൊക്കെ ചേക്കേറി. കാരണം അത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സുകാർക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കോൺഗ്രസ്സുകാർ കാരണം അവര് ഈ മോളിൽ ഇരുന്ന് കൊണ്ട് അണികളെ ഒരു പ്രത്യേക രീതിയിൽ കാഴ്ചപ്പാട് കാണുന്ന, കാരണം ഗ്രാസ് റൂട്ടുകള് പാർട്ടി വളരണമെങ്കിൽ കോളേജുകളില് സ്കൂളുകളില് ഈ പാർട്ടിക്ക് ഒരു നേതൃത്വം വളർത്തിയെടുക്കണം. അത് വളർത്തിയെടുക്കാൻ ആരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാര് കോളേജുകളിലോ സ്കൂളുകളിലോ പോയി ബേസിക് യൂണിറ്റുകൾ വരുന്നുണ്ട്. BJP-ക്കില്ലേ? BJP-യുടെ ABVP ഒക്കെ എത്ര സ്ട്രോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. CPM ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നിപ്പോ AK ആന്റണി, വയലാർ രവി ഒക്കെ ആലപ്പുഴ ആ കാലത്ത് അന്നത്തെ KSU രാഷ്ട്രീയത്തിൽ കൂടെ കയറി വന്നവരാണ്. ഒരു കാലഘട്ടം മുഴുവൻ ഇന്ന് ഇപ്പോഴും കേരളത്തിലെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന മുഴുവൻ അവരാണ്. അടുത്ത തലമുറയിൽ നമുക്ക് പറയാൻ ഒരു രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ഒരു 1-2 ആൾക്കാരുടെ പേര്, നമ്മളിപ്പോ ആൾക്കാരുടെ പേരുകൾ മാത്രം ആയിട്ട് പറയുന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഗ്രാസ് റൂട്ട് നമ്മുടെ എന്നല്ലേ പറഞ്ഞ കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് തകർന്നു പോയിട്ടുണ്ട്. ആ തകർന്നു പോകണമെങ്കിൽ സ്റ്റേച്ചറുള്ള നേതാക്കൾ വളർന്നു വരണം. ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ പ്രീണനം വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് മറ്റുള്ള പാർട്ടികൾ വളരെ കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഈ വക അഴകുഴമ്പൻ നയം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നല്ല ശക്തരായ നേതാക്കൾ വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ 4 സീറ്റ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മള് നോർത്ത് ഇന്ത്യയിൽ 440 സീറ്റ് നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ 4 സീറ്റ് കൂടുതൽ കിട്ടുമ്പോൾ അതുകൊണ്ട് ഈ ഒരു പാർട്ടിക്ക് കറക്റ്റായിട്ട് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡിങ് പവറുള്ള ഒരു ഹൈക്കമാൻഡ് തന്നെ രൂപപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒരു സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. അനിൽജിയെ പോലുള്ള കുറെ നേതാക്കളൊക്കെ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ ഈ നേതാക്കൾക്ക് ഇതിന്റെ അകത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ ഉടനെ അങ്ങ് തിരിച്ചു വരവോ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് നേതൃത്വം മാത്രം പോരാ, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഡിസിഷൻ എടുക്കാത്ത ഒരു നേതാവും കൂടെ വേണം. അതെ, ഈ നമ്മളീ പറഞ്ഞ നേതൃത്വം മാത്രമല്ല, നേതൃത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ ഈ യുവതലമുറയെ വളർത്തിയെടുക്കുകയും അപ്പൊ കോൺഗ്രസ് മെമ്പറേല അതല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാര് സ്വന്തം മക്കളെ ഈ ആശയം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വളർന്നു SFIക്കാരനായിട്ട് DY ആയിട്ട് വളർന്നു വരുന്നത് പോലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളാണ് ഈ രാഷ്ട്രീയത്തിൽ ഈ ആശയത്തോട് ചേർന്ന് വളർന്നു വന്നിട്ടുള്ളത്? അതാണ് പ്രശ്നം. അതുകൊണ്ട് അതായത് ഇന്ത്യയിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും നിൽക്കുന്ന നേതാക്കളുടെ മക്കൾക്ക് പോലും ഈ ആശയം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ആരുടെ മക്കളാണ് ഈ രാഷ്ട്രീയം പഠിക്കേണ്ടത്? അങ്ങനെ പഠിച്ചിട്ടാണ് ഇപ്പൊ ഈ പാർട്ടി വളർന്നു വരേണ്ടത്. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പൊ BJP-യുടെ ഈ ഭരണം BJP കോൺഗ്രസിന്റെ ഇരുന്ന കാലഘട്ടത്തിലുള്ള കുറവുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ BJP-യുടെ ഈ ഭരണം ഗുണം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സൈഡിൽ BJP-യും ഒരു സൈഡിൽ കോൺഗ്രസും നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് UPA ഗവൺമെന്റില് മറ്റുള്ള ചെറിയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ നടത്തിയ അഴിമതികളുടെ കൂമ്പാരം മുഴുവൻ കോൺഗ്രസിന്റെ തലയിലാണ്. പ്രാദേശിക പാർട്ടികൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പ്രാദേശിക പാർട്ടികൾ നടത്തിയ അഴിമതിയുടെ കറ മുഴുവന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് വന്നേക്കണേ.
നമ്മൾ വേറെ ഒന്നും ഡൽഹിയിൽ പോയി ഇന്ദിരാഗാന്ധിയോ നെഹ്റു ഒക്കെ ഇന്ദിരാഗാന്ധിയൊക്കെ താമസിച്ച വീടൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അവർ എത്രമാത്രം കറപ്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്ന ആ ലെഗസിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതൊന്ന് നമുക്ക് നമ്മൾ വെറുതെ കണ്ടാൽ മതി. ഇപ്പൊ കോൺഗ്രസ്സുകാർ രാജ്യം മുഴുവൻ വിറ്റ് തിന്നു എന്ന് പറയുന്നതിന്റെ ഒക്കെ ഒരു പ്രായോഗിക തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഷാജൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയുടെ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുകൂലമായിട്ടുള്ള ചില നടപടികൾ കൂടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പാർട്ടിക്ക് മുന്നോട്ടുള്ളൂ. ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ, നമ്മൾ നേരത്തെയും പല ചർച്ചകളും പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ചില നേതാക്കന്മാർക്ക് ചില പോക്കറ്റുകളിൽ അവിടെ വിജയിക്കുന്നതിന് വേണ്ടി മാത്രം കളിക്കുന്ന കളി ഈ രാജ്യത്ത് ഈ പാർട്ടിക്കുണ്ടാക്കുന്ന നാശം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇരുന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കാണുന്നതിന്റെ ഒരു വലിയ വിഷയമുണ്ട്. കാരണം ഇന്നത്തെ ഈ പാർട്ടിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ കേരളത്തിലെ നേതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവര് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് പെരുമാറി കഴിഞ്ഞപ്പോ പാലസ്തീന്റെ ബാഗ് പിടിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പോയി, പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേജിൽ അവിടെ പോയി. കാരണം ഇത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം രാഹുൽ ഗാന്ധി ആദ്യം കേരളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാക അതൊക്കെ നമ്മള് ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഭാരത ജോഡോ യാത്രയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ ഈ CPM ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ 4 സീറ്റ് കിട്ടുമ്പം UP 40 സീറ്റ് പോകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കണ്ടേ? ആ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കി ഈ നമ്മുടെ പാർട്ടിയുടെ അണികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശക്തമായൊരു നേതൃത്വം, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് മലയാളികൾക്ക് കിട്ടിയ അവസരം അവരെ പാർട്ടി വളർത്താനായിട്ട് ഉപയോഗിച്ചോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് മറുപടി പറയേണ്ടത് അനിൽജിയാണ്.